ജനാധിപത്യത്തിന് ദേശീയ തലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. യു.ഡി.എഫ് ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതയുടെ കരുത്തിന് മുതിർന്ന തലമുറ പിന്തുണ നൽകി വേണം മുന്നോട്ടു പോകാൻ. രാഷ്ട്രത്തിന്റെ സമ്പത്ത് യുവതിയുവാക്കളാണെന്നും ഐ.ടി. രംഗത്തുൾപ്പെടെ അവരുടെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ചെറുപ്പക്കാരിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥി ലീഗ് നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ, പുതിയ തലമുറ ഇവർക്ക് എതിരാണ്. പുതിയ തലമുറക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ സാങ്കേതിക വിദ്യ അതിവേഗം കുറിച്ചു പോവുകയാണ്. ഈ നൂറ്റാണ്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം പഞ്ചായത്ത് യു.ഡി.എഫ് ചെയർമാൻ പൊറായിക്ക് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ടി.സി.സി പ്രസിഡന്റ് പി.കെ. ഫൈസൽ, യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി, പഞ്ചായത്ത് യു.ഡി.എഫ് കൺവീനർ ഡി.എം. സുകുമാരൻ, ടി.സി. റഹ്മാൻ, എ.ജി.സി ബഷീർ, പി.കെ.സി റൌഫ്, അഷ്റഫ് പള്ളിക്കണ്ടം, സത്താർ വടക്കുംപാട്, ലത്തീഫ് നീലഗിരി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാജേന്ദ്രൻ പയ്യാടകത്ത് 11ാം വാർഡ് വങ്ങാട്ട്, 14ാം ആടങ്കോട് കരുണാകരൻ മുട്ടത്ത്, 17ാം വാർഡ് തുരുത്തി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന തുരുത്തി ഡിവിഷൻ വിനോദ് കുമാർ, മുഹമ്മദ് അലി എ.പി. പഞ്ചായത്ത്